നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി പഞ്ചായത്ത് 7 കമ്പനി കുട്ടംകുളങ്ങര റോഡിലെ കാന നിർമ്മാണം പൂർത്തീകരിച്ചു. പ്രവൃത്തി പൂർത്തീകരണം ജില്ലാ പഞ്ചായത്ത് അംഗം വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പുസേനൻ ബോയ്സ് സ്കൂളിലെ 1975 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 50 വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്നു. ഇക്കാലയളവിൽ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ കടലിലെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന നിരോധിത വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടിച്ചെടുത്തു. 2.5 ലക്ഷം പിഴ ചുമത്തി. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി പഞ്ചായത്ത് 7 കമ്പനി കുട്ടംകുളങ്ങര റോഡിലെ കാന നിർമ്മാണം പൂർത്തീകരിച്ചു. പ്രവൃത്തി പൂർത്തീകരണം ജില്ലാ പഞ്ചായത്ത് അംഗം വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ മുഖ്യ അതിഥിയായി. 6ാം വാർഡ് അംഗം സൂര്യശോഭി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത സ്വാതിക് എന്ന കുട്ടിയുടെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. നമ്മുടെ 6ാം വാർഡിലില്ലാത്ത ഒരു പ്രശ്നമാണ് PWD റോഡ് പണി കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നേരിടേണ്ടി വന്നത്. എല്ലാ ഔട്ട്ലെറ്റും PWD റോഡുകളിൽ പണിതിട്ടുള്ള ചാലുകളുടെ എല്ലാ ഔട്ട്ലെറ്റുകളും കണക്റ്റായി വരുന്നത് പല സ്ഥലത്തു നിന്നും 6ാം കല്ല് മുതലുള്ള വെള്ളവും അതുപോലെ ആനക്കല്ല് സെൻറ്ററിൽ നിന്ന് പഞ്ചായത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടി വരുന്ന വെള്ളവും നമ്മുടെ ശിവജി നഗർ കൂടി വരുന്ന വെള്ളവും എല്ലാ വെള്ളവും കൂടിയിട്ട് നമ്മുടെ ഈ ചാലിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ആ വെള്ളം മുഴുവൻ ഉൾക്കൊള്ളാനുള്ള വീതി നമ്മുടെ ഈ ചാലിനില്ലാതെ പോയി. അപ്പോൾ ഇവിടുത്തെ നിരന്തരമായിട്ടുള്ള ആളുകളുടെ ഒരു ആവശ്യപ്രകാരം ഇവിടുത്തെ ആളുകളും അതുപോലെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ പ്രസിഡന്റിനോടൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വനജേച്ചിക്ക് കൊടുക്കുകയും. ചേർപ്പുസേനൻ ബോയ്സ് സ്കൂളിലെ 1975 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 50 വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്നു. ഇക്കാലയളവിൽ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. വളരെ ഹൃദ്യമായതും സന്തോഷം പകരുന്നതുമായ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. റോയ് വളരെ ശ്രമകരമായി കൃത്യം 50 വർഷം തികയുന്ന വർഷത്തിന് ഇവിടെ നിങ്ങൾക്ക് ഒത്തുചേരാൻ സാധിച്ചു എന്നുള്ളത് ഒരു നിമിത്തം കാണാം. എങ്കിലും നിങ്ങളുടെ പഠനം പൂർത്തിയാക്കിയതിൻ്റെ 50ാം വാർഷികം ഗോൾഡൻ ജൂബിലി ആഘോഷമായി ഇതിലും വലിയൊരു ആഘോഷം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. 50 വർഷത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കുട്ടികളെ കൂട്ടുകാരെ ഒത്തുചേർന്ന് നമ്മുടെ മാതൃവിദ്യാലയത്തിൽ ഒത്തുകൂടാൻ കഴിയുക ഇത് ഒരു മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം സിദ്ധിച്ചതിൽ നിങ്ങളെ ഞാൻ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. റോയ് ഡി ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. ജയകൃഷ്ണൻ, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. സംയുക്ത മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ കടലിലെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന നിരോധിത വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടിച്ചെടുത്തു. 2.5 ലക്ഷം പിഴ ചുമത്തി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത ഉദ്യോഗസ്ഥ സംഘത്തിന്റെ രാത്രികാല മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ പിടികൂടി പിഴ ചുമത്തി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം ജില്ലയിലെ മുനമ്പം പള്ളിപ്പുറം സ്വദേശി കോട്ടപ്പറമ്പിൽ വീട്ടിൽ KR സെബാസ്റ്റ്യൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഗോഡ്സ് പവർ എന്ന ബോട്ട് തീരത്തോട് ചേർന്ന കണ്ണി വലിപ്പം കുറഞ്ഞ വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിന്റെ പേരിലാണ് ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത്.
ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് 7,900 രൂപ ട്രഷറിയിൽ അടച്ചു. തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്തുനിന്ന് കണ്ണിവലുപ്പം കുറഞ്ഞ വലകളുമായി വന്ന ബോട്ട് പിടിച്ചെടുത്തത്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 2.5 ലക്ഷം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും മുനയ്ക്കക്കടവ് കോസ്റ്റൽ ISH TP ഫർഷാദിന്റെയും നേതൃത്വത്തിൽ തീരസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി നിയമലംഘനങ്ങൾ തടയുന്നതിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത്. തൃപ്രയാർ ഇഷാര ഗോൾഡിൽ അക്ഷയ തൃതീയ ആഘോഷം തുടങ്ങി. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് ഇഷാരയിൽ വമ്പൻ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. തൃപ്രയാർ ഇഷാര ഗോൾഡിൽ അക്ഷയ തൃതീയയോടനുബന്ധിച്ച് 28, 29, 30 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സമ്മാനങ്ങളും സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്, തെരഞ്ഞെടുത്ത ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട്സ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ 0% പണിക്കൂലിയിൽ സ്വന്തമാക്കാമെന്ന് ഇഷാര MD-മാരായ രാജൻ ചെമ്പാറ, സാഗർ പോട്ടേൽ എന്നിവർ അറിയിച്ചു. ഈ ആഘോഷ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഇഷാര PRO KM ഉബൈദു സ്വാഗതം ചെയ്തു. ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം ആശംസകൾ നേർന്നു. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് ഏപ്രിൽ 28, 29, 30 തീയതികളിൽ നിങ്ങൾക്കായി സ്പെഷ്യൽ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. ആഘോഷിക്കൂ ഈ അക്ഷയ തൃതീയ ഇഷാരയ്ക്കൊപ്പം. പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ആവശ്യമായ സമ്മാനങ്ങൾ 6 മാസത്തേക്ക് മുഴുവൻ തുകയും നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് 0% പണിക്കൂലിയിൽ കേരള മോഡൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം. അക്ഷയ തൃതീയ ഓഫറുകളുടെ ഭാഗമായി 28, 29, 30 തീയതികളിൽ ഇഷാരയുടെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയായ സുഭദ്രം സമ്പാദ്യ പദ്ധതിയിലേക്ക് ആദ്യ തവണയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 25% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് 28, 29, 30 തീയതികളിൽ തിരഞ്ഞെടുത്ത ഡയമണ്ട് ശ്രേണിയിലെ ആഭരണങ്ങൾക്ക് 50% പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ നമുക്ക് കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കിവിടെ കൂട്ടോട്ടം, നാളെ നമുക്ക് നിയോജകമണ്ഡലം പരിപാടിയാണ് നാളെ ഫിഷറി സ്കൂളിൽ നടക്കുന്നത്. നാളെ കാലത്ത് 10:30-ക്കാണ് പരിപാടി വെച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണം. നമ്മുടെ നാട്ടിൽ നിന്നും ഈ ലഹരി എന്ന സംഭവം ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഇതിന്ന് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമയാണ് ഇതിന് ഏറ്റവും ആവശ്യമുള്ളത്. ഇന്ന് നമ്മുടെ ഈ പരിപാടി വളരെ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KR ഗിരീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസഹാഖ്, വാർഡ് മെമ്പർമാരായ ജിനൂബ് അബ്ദുറഹ്മാൻ, CJ പോൾസൺ, ഷഫീഖ് സിനാൻ, PK സുകന്യ, പോലീസ് ഉദ്യോഗസ്ഥരായ സുധീഷ് ബാബു, KS അനന്തു, കോർഡിനേറ്റർ KK സക്കറിയ, പ്രഭിത, നൌഫിദ, അബ്ദുൽ നാസർ, വിവേക്, ആഷിഫ്, നജ്മുദ്ദീൻ, ഷഹീൻ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം പഞ്ചായത്തിലെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് CPI കയ്പമംഗലം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ക്ഷേമോദയം സ്കൂളിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ കൗൺസിൽ അംഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PK കുട്ടൻ പതാക ഉയർത്തി. സോമൻ കോതങ്ങത്ത് രക്തസാക്ഷി പ്രമേയവും T മുരളീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KV പ്രദീപ് കുമാർ, അജിത് കൃഷ്ണൻ, ദിവ്യ അനീഷ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. PA അഹമ്മദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. TK സുധീഷ്, KS ജയ, TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, VA കൊച്ചുമൊയ്തീൻ, TN തിലകൻ, MD സുരേഷ് എന്നിവർ സംസാരിച്ചു. ER ജോഷി സെക്രട്ടറിയും PK റഹീം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായുള്ള 13-അംഗ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുത്തു. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിലെ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ബിരുദദാനം നടന്നു. നാട്ടിക SN കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS ജയ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക CT സംഗീത, ER ഷീബ,
KG വിഭാഗം PTA പ്രസിഡന്റ് വർഷ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ പ്രൊഫസർ PS ശ്രീജിത്ത്, PS വത്സൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹ ദത്ത്, ജയന്തി മനോജ്, PTA പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറേക്കൂറ്റ് എന്നിവർ സന്നിഹിതരായി. 52ഓളം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ചടങ്ങിന് ശേഷം രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ചേർന്ന് നടത്തിയ സൂംബ നൃത്തം വേറിട്ടതായി. സൗദി ദമാമിലെ അൽ മുഹൈദിബ് കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്തവരുടെ കൂട്ടായ്മയാണ് കുടുംബസംഗമം നടത്തിയത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 400ഓളം പേർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. ചന്ദ്രാപിന്നി ചിറക്കൽ പള്ളി മദ്രസ ഹാളിൽ നടന്ന കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അൽ മുഹൈദിബ് കമ്പനിയുടെ ആദ്യത്തെ ജനറൽ മാനേജറുമായിരുന്ന PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി പ്രസിഡന്റ് KK രാമകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുൾ റഹ്മാൻ, റസീന ഷാഹുൽ ഹമീദ്, സംഘാടക സമിതി ഭാരവാഹികളായ RR സുബ്രഹ്മണ്യൻ, അരവിന്ദൻ ആചാരി, പ്രസാദ് കണ്ണൂർ, PK മജീദ്, KM മജീദ്, PP സുലൈമാൻ, അറുമുഖൻ, ഹബീബ്, സക്കറിയ, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി പഞ്ചായത്ത് 7 കമ്പനി കുട്ടംകുളങ്ങര റോഡിലെ കാന നിർമ്മാണം പൂർത്തീകരിച്ചു. പ്രവൃത്തി പൂർത്തീകരണം ജില്ലാ പഞ്ചായത്ത് അംഗം വനജാകുമാരി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പുസേനൻ ബോയ്സ് സ്കൂളിലെ 1975 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 50 വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്നു. ഇക്കാലയളവിൽ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ കടലിലെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന നിരോധിത വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടിച്ചെടുത്തു. 2.5 ലക്ഷം പിഴ ചുമത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.